സമയം ദേ രാവിലെ 5:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ നേരം പരപരാന്ന് വെളുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലും എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ അപ്പൊ നമ്മുടെ അങ്കുന്റെ ടിഫിൻ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഒണിയൻ റൈസും പപ്പടവും തൈരുമാണ്. ഒണിയൻ റൈസിന്റെ റെസിപ്പി ഞാൻ കുറേ വട്ടം കാണിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അപ്പൊ അതെ അത് റെഡിയാക്കിയിട്ടുണ്ട്. ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി. ഇതാണ് ഇന്ന് നമ്മുടെ അങ്കുന്റെ ലഞ്ച് ബോക്സ്. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഈസി ഹെൽത്തി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഫഡ്ജ് കാണിച്ചു തരാം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ബനാന ഫഡ്ജ് ആണ്. അത് ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്കോ കൊച്ചുങ്ങൾക്കോ എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഈസിയാണ് ഉണ്ടാക്കാൻ. അതിനായിട്ട് ഞാൻ പഴമാണ് എടുക്കുന്നത് മെയിനായിട്ട്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റും. പഴം എൻ്റെ കയ്യിൽ ഇതേ 3 എണ്ണം. ഇടത്തരം വലിയ പഴുത്തതുമല്ല എന്നാൽ പഴുക്കാത്തതും അല്ലാത്ത 3 പഴം കേട്ടോ. നല്ല പഴുത്താണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് ഞാൻ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. മിക്സിയിലൊന്നും അടിച്ചെടുത്തില്ല. അതേ ഈ രീതിയിൽ കിട്ടി. നമ്മൾ ഫോർക്ക് വെച്ചൊന്ന് കുത്തി ഉടച്ചാലും മതി കേട്ടോ. നന്നായിട്ട് അങ്ങ് കെട്ടാതെ നല്ലതായിട്ട് പഴം ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. അതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. മുട്ട ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഞാനൊരു ബൈൻഡിങ് ആയിട്ട് ഞാൻ മുട്ട കഴിക്കുന്നതുകൊണ്ട് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഞാനൊരു 1/4 ആ ഒരു കട്ടോരി ഞാൻ കാണിച്ചില്ല, അതായിരുന്നു അളവ് കപ്പ്. അതിൽ ഓട്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ചേർത്തത് ബോൺവിറ്റ ആട്ടോ. നമ്മുടെ ബോൺവിറ്റയുടെ സാഷ, ബോൺവിറ്റ തന്നെ ആവണമെന്നില്ല, ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ വേണ്ട, ബേക്കിംഗ് പൗഡർ വേണ്ട. മുട്ടയും ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണൽ ആണ്, അത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴം ഉള്ളതുകൊണ്ട് ഓൾറെഡി സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഒരു ബൈൻഡിങ് ആയിട്ട് ഞാൻ ചേർത്തന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഗ്ലാസ് ബൗളിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്രീസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഗ്ലാസ് ബൗളിൽ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. ബാറ്ററിന്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു. ഞാൻ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അമൂലിന്റെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടുമല്ലോ, നമ്മുടെ ഇന്ത്യൻ സംഭവം. അത് ചീപ്പായിട്ട് നമുക്കൊക്കെ അവൈലബിൾ ആണ്. അതിങ്ങനെ പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓൺലൈനിലും കിട്ടും, നമുക്ക് എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ആ ഒരു 1/4 ഭാഗം ബാറ്റർ മാറ്റി വെച്ചത് അതും കൂടി ഇതിന്റെ പുറത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, ഇതായിരിക്കും ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിന് പകരം ആട്ടയോ മൈദയോ മൾട്ടിഗ്രെയിനോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓട്സ് ചേർത്തത്, ഓട്സ് ഒരു ഹെൽത്തി സംഭവം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/4 കപ്പ് അത്രേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് പോകണമല്ലോ. അപ്പോൾ ഗ്ലാസ് ബൗൾ ആയതുകൊണ്ടാണ് ഞാൻ ടവലിട്ട് ടാപ്പ് ചെയ്ത്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാം. ഒന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് ആവി കയറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ഉള്ളവരാണെങ്കിൽ മൈക്രോവേവ് മോഡിൽ വെച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് 80 ഡിഗ്രിയിൽ 6 മിനിറ്റ്സ്. ഇതാണ് മൈക്രോവേവ്. നമ്മുടെ ഇലക്ട്രിക് മോഡോ കൺവെക്ഷൻ മോഡോ ഒന്നും അല്ല കേട്ടോ. സിമ്പിൾ മൈക്രോവേവ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി. കാരണം നമുക്കിത് കുക്കിങ്ങിനുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് ഇല്ലെന്നേ. ജസ്റ്റ് ഓട്സും പഴവും ഒക്കെ അതിന് വേണ്ടി ഒന്നും കുക്കാവാനൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് കിട്ടും. അതാ ഞാൻ പറഞ്ഞത് സ്റ്റീം ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം മൈക്രോവേവിൽ 2 മിനിറ്റ് സ്റ്റാൻഡിങ് ടൈമും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കൺവെക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോഡ് പോലല്ല. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആട്ടയോ മൈദയോ ആണെങ്കിൽ മൈക്രോവേവ് ചെയ്യുവാണെങ്കിൽ 7-8 മിനിറ്റ് വെച്ച് കൊടുക്കും. ഓരോരുത്തരുടെ അവൻ്റെ അതിനനുസരിച്ച്. സ്റ്റീം ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അലുമിനിയം ഫോയിൽ ഒന്ന് പൊതിഞ്ഞു കൊടുത്തിട്ട് ചെറിയ ഹോൾസ് ഇങ്ങനെ കുത്തിയിട്ടിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 20-25 മിനിറ്റ്സ് മതിയാവും കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് വൃത്തിയാക്കി വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ആറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് മുറിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആറി ചെയ്ത് അങ്ങനെയും മുറിക്കാം. ആറാതെയും നമുക്ക് അങ്ങനെയും മുറിക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് മുറിക്കുന്നത്. എല്ലാം ചോക്ലേറ്റ് ഒക്കെ അതിനകത്ത് മെൽറ്റ് ആയിട്ടുണ്ടല്ലോ, വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും. ഞാൻ കള്ളം പറയുമല്ല, ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം. കൊച്ചുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഈ മധുരമൊക്കെ ക്രേവി, ഈ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കയ്പൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം ഡാർക്ക് ചോക്ലേറ്റിന്റെ കയ്പൊക്കെ പഴമൊക്കെ എടുത്ത് ദൂരെ കളയും. മുട്ട ഞാൻ പറഞ്ഞില്ല, അവോയ്ഡ് ചെയ്യാം. മുട്ട നിങ്ങൾക്ക് ചേർക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ചേർന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കിയേ, ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ വേറെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇത് അടിപൊളി ഫഡ്ജാണ്. ഇത് ഐസ്ക്രീമിന്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഈ കൈ നീട്ടി വരുന്നത് നമ്മുടെ മെയ്ഡാട്ടോ ജ്യോതി. പുള്ളിക്കാരിയുടെ മോളുടെ കല്യാണമൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതൊക്കെ ഒന്ന് വന്ന് ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. സംഭവിച്ചാൽ പുള്ളിക്കാരിയുടെ മോളും കൂടെ പഠിച്ച ഒരു കുട്ടിയാന്ന് തോന്നുന്നു. 2 പേരും കൂടെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. അത് നന്നായിട്ട് കഴിഞ്ഞിട്ട് പറയാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജ്യോതിയുടെ മോൾ നേഴ്സാണ്. നമ്മുടെ എയിംസിലാണ് പഠിച്ചതൊക്കെ. ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പാലൊക്കെ ഒഴിച്ച് മുസ്ലി സെറ്റാക്കി വെച്ചിരുന്നു. രാവിലെ പൊട്ടിച്ചിട്ട് അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ്. ഞാൻ ഈ പ്രാവശ്യം ബോട്ടിലല്ല വാങ്ങിച്ചത്. ഇങ്ങനെ എന്താ പറയുക, ഈ പാക്കറ്റിൽ വരുന്നതാണ്. കാരണം എൻ്റെ കയ്യിൽ 2-3 ബോട്ടിലുണ്ടായിരുന്നു, ഓൾറെഡി ഇട്ട് വെച്ചിരുന്ന ബോട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സംഭവം നല്ല കേട്ടോ. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു സംഭവമാണിത്.
അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇതേ കിച്ചണിലേക്ക് നിന്ന് കറങ്ങുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി കഴിക്കുന്ന ലഞ്ചാട്ടോ. അപ്പോൾ കൂടുതലും പച്ചക്കറിയൊക്കെ ഞാൻ മാക്സിമം എടുക്കാൻ നോക്കും. അപ്പോൾ അതേ ചോറ് സെറ്റ് ആവുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാങ്ങ, പാവയ്ക്ക, പച്ചക്ക, ഇതാണ് ഇന്ന് തട്ടിക്കൂട്ട് സെറ്റപ്പിന് റെഡിയായി വന്ന ഇരകൾ അഥവാ ബലിയാടുകൾ. ലഞ്ചിനായി തട്ടാനുള്ള സംഭവങ്ങളെല്ലാം ദേ കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മാങ്ങാപ്പുളി ഉണ്ടാക്കാം. നമ്മുടെ നാട്ടിലെ തേങ്ങ അരച്ചിട്ടുള്ളൊരു മാങ്ങാപ്പുളിയാണ്. അപ്പോൾ പച്ചമാങ്ങയാണത്. മഞ്ഞ കളറിൽ ഇരിക്കുന്നെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങയാണ്. കൂടി ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിനരപ്പ് ഞാൻ ഉലുവയും ചെറിയ ഉള്ളിയും നമ്മുടെ കുറച്ച് മല്ലിപ്പൊടി സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അരപ്പും ലാസ്റ്റ് വറുത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് മാങ്ങാപ്പുളി അങ്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ പാവയ്ക്ക് റെഡിയാക്കാൻ പോവുകയാണ്. പാവയ്ക്ക ഇതിവിടെ ഭർവാ ഭീങ്കൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. അകത്ത് നിറച്ചുണ്ടാക്കുന്ന ആ ടൈപ്പ് പാവയ്ക്കായത്. അപ്പം അകത്ത് ഈ കുരുപോലും ഇവർ കളയത്തില്ല, അതുപോലും അവർ സ്റ്റഫ് ചെയ്യും. അത് പ്രത്യേക ഒരു മസാല ഉണ്ടാക്കി ഈ പാവയ്ക്കയിൽ സ്റ്റഫ് ചെയ്ത് വറുത്ത് പൊരിച്ച് കരിച്ചൊക്കെ കഴിക്കും. പക്ഷെ നമ്മളിത് ഞാൻ സിമ്പിളായിട്ട് മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കുകയാണ്. എണ്ണയിൽ നമ്മുടെ പാവയ്ക്ക കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പാവയ്ക്കൊക്കെ ഒരു ട്രിക്ക് ഉണ്ട് കയ്പ്പ് മാറാൻ വേണ്ടി. അത് ഞാൻ ഇതിനകത്ത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ആ പാവയ്ക്കൊന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടൊന്ന് തിരുമ്മി കുറച്ച് നേരം പാവയ്ക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോഴും കയ്പ്പ് കുറയാനുള്ളൊരു ടിപ്പാണത്. അതിനുശേഷം നമ്മുടെ ഈ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വഴണ്ടി വന്നിട്ട് ഞാൻ സവാള, ഇതും കയ്പ്പ് കുറയ്ക്കാനുള്ള വേറൊരു ടിപ്പാണ്. നല്ല രീതിയിൽ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ നല്ല രീതിയിൽ സവാള ഇടും പാവയ്ക്കൊക്കെ. പിന്നെ കുറച്ച് കറിവേപ്പില ഉള്ളത് ഇങ്ങനെ ഒന്ന് ഒരു മണം കിട്ടാനായിട്ടാക്കി എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ കയ്പിൻ്റെ കുത്ത് മാറാനായിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ശർക്കരപ്പൊടി, 1 ടീസ്പൂൺ. നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് മധുരമൊന്നും തോന്നത്തില്ല, മധുരം തോന്നത്തേ ഇല്ല. വേറൊരു ടേസ്റ്റാണത്, ഒരു കാരമലൈസ്ഡായി നല്ല ടേസ്റ്റായത്. പിന്നെ അടുത്ത എന്താണ് നമ്മുടെ പച്ചക്ക, അതും കൂടെ ഒന്ന് തട്ടി റെഡിയാക്കാമെന്ന് വെച്ചു. പച്ചക്ക ഞാൻ എപ്പോഴും ഒരു സീസൺ ആണെന്ന് തോന്നുന്നത്, എപ്പോഴും ഇപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ആദ്യം ഞാൻ ഉഴുന്നുപരിപ്പും നമ്മുടെ കടുകൊക്കെ വറുക്കുന്ന പോലെ ഉഴുന്നുപരിപ്പൊക്കെ ഇടുന്ന് പൊട്ടിച്ച് ആദ്യം പച്ചക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അരപ്പിട്ട് തോരനായിരുന്നു ഉണ്ടാക്കുന്നത്. ആദ്യം വെള്ളം ചേർക്കാതെ അടച്ച് പച്ചക്ക ഒന്ന് ആവിയേറ്റി എടുത്തിട്ട് അരപ്പിട്ടിട്ട് കുറച്ച് അരപ്പ് കഴുകിയ വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്ന് അടച്ചിട്ട് ഒന്ന് പൊത്തി വെച്ചിട്ടേ ഒരു 2 മിനിറ്റ് വെച്ചാൽ എന്നിട്ട് അങ്ങ് ഇളക്കി എടുത്താൽ മതി. ഇതേ ചോറും. ഇതാണ് നമ്മുടെ സൂപ്പർ ഹെൽത്തി ലഞ്ച്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. ഞാൻ ലഞ്ചാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ പച്ചക്കറിയും കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ലഞ്ചിനാണ്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഭയങ്കര കുറവാണ്, ഡിന്നറും കുറവാണ്. എൻ്റെ ലഞ്ചാണ് മെയിൻ. ഇനി ഞാൻ ഈസി ആയിട്ട് നമുക്ക് ചപ്പാത്തിയോ പുട്ടോ എന്തിൻ്റെ കൂടെയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൽ എണ്ണയിൽ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഒന്ന് വഴറ്റി, തക്കാളി നമ്മുടെ നോർമലായിട്ട് വഴറ്റുന്ന ഏതെങ്കിലും ഒരു എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം കുക്കറിൽ. എന്നിട്ട് തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ച് വെച്ചൊരു പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വഴണ്ട് വന്ന ആ കൂട്ടിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ടുള്ളൂ. നമ്മുടെ മലയാളികളുടെ തനതായ മസാല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ജീരകവും കൂട്ട് ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ മിക്സി കഴുകി ആ വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അത്രയും ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊരു ബേസ് ആയിട്ടുള്ളൊരു ഗ്രേവി ആട്ടോ. ഇതൊരു സിമ്പിൾ തക്കാളി ഉള്ളി ഗ്രേവി എന്ന് പറയാം. ഇതിനകത്ത് നിങ്ങൾ ചിക്കൻ ആഡ് ചെയ്ത് കറി ഉണ്ടാക്കിയ ചിക്കൻ കറിയാകും. പച്ചക്കറി ഏതെങ്കിലും നമ്മുടെ ബീൻസോ ക്യാരറ്റോ ഒക്കെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്താൽ മുട്ടക്കറിയാകും. കുക്കർ അടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ കൊടുത്ത് തുറന്ന് നോക്കിയാൽ മതി. ഇതേ ഗ്രേവി സെറ്റ്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ തനി നാടൻ ഗ്രേവിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ പൊറോട്ട ആട്ടെ. എനിക്ക് പൊറോട്ട ഉണ്ടായിരുന്നു, ഞാൻ ആവി കയറ്റി. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഗ്രേവി ഉണ്ടാക്കിയത്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മുടെ ഡേ ഉണ്ടാക്കാൻ പറ്റുമെന്നേ, ഒരു പ്ലാനിങ് മതി. ബൈ ബൈ ഡിയേഴ്സ്.